നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ ഇന്ത്യ മുന്നണി പൊളിഞ്ഞു എന്നും ഇന്ത്യ മുന്നണിക്ക് ഇനി ബലമില്ല എന്നും ഒക്കെ പറയുന്ന BJP നേതൃത്വത്തോട് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി പ്രതികരിക്കുക. തമിഴ്നാട്ടിൽ ഇപ്പോൾ TVK കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിലുള്ളത്. നോക്കൂ, ഓരോ സംസ്ഥാനത്തും BJP ഭരിക്കാൻ വേണ്ടി വടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുമ്പോൾ അവകാശ മൂല്യങ്ങൾ കൃത്യമായി നേടിയെടുക്കാനും തമിഴ് ജനതയുടെ അവകാശങ്ങൾ കൃത്യമായി അംഗീകരിക്കപ്പെടാൻ ഏതൊക്കെ രീതിയിൽ ശ്രമങ്ങൾ നടത്തണമെന്ന് മനസ്സിലാക്കിയും തന്നെയാണ് അവിടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവായ ജോസഫ് വിജയ് അധികാരമേറ്റിരിക്കുന്നത്. നോക്കൂ, ഗവർണർ വീണ്ടും സത്യവാചകം ചൊല്ലിച്ചതുപോലും അദ്ദേഹത്തെ പരിഹസിക്കാനും കളിയാക്കാനും വേണ്ടിയാണെന്ന് അറിയാമെങ്കിൽ കൂടി അദ്ദേഹം ഒരു മടിയും കൂടാതെ പറഞ്ഞു. വന്ദേ മാതരം ആദ്യം ആലപിക്കണമെന്ന് ഗവർണറുടെ ശാഠ്യമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഗണഗീതം പോലെ BJPയുടെ ഒരു നാഷണൽ സോങ് ഒന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ അവകാശികളായിട്ടുള്ള ഭരണഘടനയിൽ കൂറും വിധേയത്വം പുലർത്തുന്നവരുടെ ദേശീയ ഗീതമാണ്, നാഷണൽ സോങ് ആണ് വന്ദേ മാതരം. അത് പാടിയതുകൊണ്ട് എന്താണ് തെറ്റ്? മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാർലമെന്റിൽ BJPക്ക് കൂടുതൽ സ്ഥിരതയുണ്ടാകുന്നു. കോൺഗ്രസിന് ഇനി പ്രതീക്ഷിക്കത്തക്ക ഒരു വകയുമില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് അതിനിവിടെ മറിച്ച് തള്ളിയിടാനോ കുതിരക്കാല് വെട്ടാനോ ശ്രമിക്കുകയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ശുഭകാലമുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റേതായ രാഷ്ട്രീയ രീതികളുണ്ട്. അപ്പോൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചാൽ അതുകൊണ്ടാവുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. തമിഴ്നാട് പോലൊരു സെൻസിറ്റീവായിട്ടുള്ള ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ BJP കുളമാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേറ്റിൽ വിജയ് ഏതൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുക എന്ന് കോൺഗ്രസിന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതു പാർട്ടികൾ പോലും വിജയോട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. വിജയ് അവരോട് പോലും സംസാരിച്ചു. വിജയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയാൽ പോരാ, കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. DMKയും AIADMKയും ഒരുമിക്കാൻ ശ്രമിച്ച ഒരു നീക്കത്തെ പറ്റിയും നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ചിരകാല വൈരികളായിട്ടുള്ള AIADMKയും DMKയും എന്തിനു കൂട്ടുകൂടാൻ ശ്രമിച്ചു? അപ്പോൾ മൂന്നാമതൊരാൾ രംഗപ്രവേശനം ചെയ്യരുത്, BJPയുമായി വർഗീയ കച്ചവടം നടത്തിയാലും വേണ്ടില്ല എന്ന ഒരു പോളിസിയിലേക്കാണ് DMK കൃത്യമായി മൂവ് ചെയ്യുന്നത്. ഇനി AIADMK BJPയുമായി സഖ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. സഖ്യവുമായി ബന്ധപ്പെട്ട് AIADMKക്ക് എന്തെങ്കിലും നേട്ടമാണോ കിട്ടിയത്? ഓൾട്ടർനേറ്റീവായി ഭരണം മാറി വരേണ്ട സാഹചര്യമാണെങ്കിൽ DMKയെ ഒപ്പിച്ചുകൊണ്ട് DMKയിലെ അധികാരത്തിൽ വരേണ്ടത്. എന്തുകൊണ്ട് തമിഴക വെട്രിക്കഴകം അധികാരത്തിൽ വന്നു? ഇവിടെയാണ് കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കേണ്ടത്.